അദ്ദേഹത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. അതെ, നാളെയാണ് സംസ്കാരം. അത് നാളെ ബംഗളൂരുവിലെ ബന്നർഘട്ടയിലാണ് സംസ്കാരം നടക്കുക. മരണത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. തുടരന്വേഷണത്തിനായി കേസ് CIDക്ക് കൈമാറിയിട്ടുണ്ട്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിന് കാരണമെന്ന് കാട്ടി കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ TJ ജോസഫ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്നെത്തിയ IT ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്നെടുത്തേക്കും. ഷഫീഖ് നസ്രുള്ള കൂടി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അപ്പോൾ ഷഫീഖ്, ഈ അന്വേഷണം ഇനി ഏതൊക്കെ ഘട്ടത്തിലേക്ക്, ഏതൊക്കെ വഴിയിലേക്ക് പോകുമെന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. എന്തായാലും IT ഉദ്യോഗസ്ഥരുടെ മൊഴിയടക്കം ഈ അന്വേഷണത്തിൽ രേഖപ്പെടുത്തും. CIDക്കാണ് ഇപ്പോൾ കേസ് കൈമാറിയിട്ടുള്ളത് എന്നറിയുന്നു. അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ഉയരുന്ന ഒരുപാട് ആരോപണങ്ങൾ, ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ വസ്തുതകളിലേക്കൊക്കെ, പരിശോധനകളിലേക്കൊക്കെ അന്വേഷണ സംഘം കടക്കുമെന്ന് അറിയുന്നു. അപ്പോൾ ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? സംസ്കാരവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു ഷഫീഖ്? ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിന് കാരണം എന്ന് കാട്ടി കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ഡയറക്ടർ TJ ജോസഫ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ നിന്നെത്തിയ IT ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും എന്ന സൂചനയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. കോൺഫറൻസ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെയും മൊഴിയും രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ന് തന്നെ ഉണ്ടാവും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. ഡോക്ടർ CJ റോയിയുടെ വിവിധ ഫോണുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫോണുകൾ വിശദമായി പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ സംഘം തീരുമാനിച്ചത്. അത്തരം ഒരു പരിശോധനയും ആരംഭിക്കും. ബംഗളൂരു സെൻട്രൽ DCPക്കാണ് ഇതിന്റെ അന്വേഷണത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള IT ഉദ്യോഗസ്ഥർ കോൺഫറൻസ് ഗ്രൂപ്പ് ഓഫീസുകൾ റെയ്ഡ് നടത്തിയത് 3 ദിവസം റെയ്ഡ് നടത്തി എന്ന വിവരം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. IT ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തും. ഏതൊക്കെ സ്വഭാവത്തിലുള്ള റെയ്ഡാണ്, പരിശോധനയാണ് നടത്തിയത്, ഏതൊക്കെ രേഖകൾ പരിശോധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾ ആണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് ശാസ്ത്രീയമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഏതൊക്കെ രൂപത്തിലുള്ള ബന്ധങ്ങൾ നടത്തി, ആരുമായി ബന്ധപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വെടിയുതിർത്ത മൊബൈൽ ഫോണിന് പുറമെ വെടിയുതിർക്ക തോക്കും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ആണ് ഉള്ളത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് വല്ല കുറിപ്പുകളോ മറ്റോ ഉണ്ടോ എന്നതടക്കമുള്ള വിശദമായ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ വിശദമായ ഒരു പരിശോധന ഇന്നും മരണം നടന്ന മുറിയിൽ ഉണ്ടാവും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയാണ്. ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടലുകളെ കുറിച്ചുള്ള ഒരു അന്വേഷണവും നടത്തും എന്നും പോലീസിന്റെ തീരുമാനമുണ്ട്. ആ കാര്യങ്ങളിലൊക്കെയും ഉള്ള അന്വേഷണമായിരിക്കും പുരോഗമിക്കുക. DCPയുടെ നേതൃത്വത്തിൽ ഇന്നലെ തന്നെ ഉന്നത പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. തോക്കും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിന്റെ പരിശോധന ഉൾപ്പെടെ നടത്തും. ഇന്ന് കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഈ കൊച്ചിയിൽ നിന്നെത്തിയ IT ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തും എന്നും കഴിഞ്ഞ 3 ദിവസമായി ഈ പരിശോധനകൾ IT ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന ഒരു സ്ഥിരീകരണം പോലീസ് നടത്തിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ മരണത്തിന് കാരണമായത്, സമ്മർദ്ദം തന്നെയാണോ എന്ന കാര്യം അടക്കം പരിശോധിച്ച് അന്വേഷണത്തിലൂടെ കണ്ടെത്താനാവും എന്നാണ് അന്വേഷണ കേന്ദ്രത്തിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇപ്പോൾ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഈ ജീവനക്കാരുമാണ് IT ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദമാണ് ഈ മരണത്തിന് കാരണം എന്ന് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സൈഫുദ്ദീൻ. അങ്ങനെയാണെങ്കിൽ ഇനി എങ്ങോട്ടാണ് ഈ കേസ് അന്വേഷണം പോകേണ്ടത്? പ്രത്യേകിച്ച് ഈ IT ഉദ്യോഗസ്ഥരുടെ മൊഴിയൊക്കെ ഈ കേസിന്റെ ഭാഗമായി രേഖപ്പെടുത്തണം. എന്താണ് അവിടെ കൃത്യമായി സംഭവിച്ചത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സമ്മർദ്ദമാണ് ഇത്രയും വലിയൊരു ആത്മഹത്യ ചെയ്യാനുള്ളൊരു കാരണത്തിലേക്കൊക്കെ നയിച്ചത്? അതൊക്കെ വളരെ നിർണായകമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല, ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് ഡയറക്ടർമാരുടെയൊക്കെ വിവരങ്ങൾ എടുക്കേണ്ടി വരും. ആ തരത്തിൽ ഷഫീഖ്, ഇപ്പോൾ കർണാടക CIDയുടെ ഭാഗത്തുനിന്ന് അന്വേഷണമുണ്ട്. ഒപ്പം കേരളത്തിൽ വേറെയും അന്വേഷണം ഉണ്ടാകും. അപ്പോൾ മൊത്തത്തിൽ അന്വേഷണം ഏത് രീതിയിൽ പോകണമെന്ന കാര്യത്തിൽ ഒരു കോർഡിനേഷൻ നിലവിൽ വന്നിട്ടുണ്ടോ? ഏതൊക്കെ സംശയങ്ങളെ കേന്ദ്രീകരിച്ചാകും പ്രധാനമായും അന്വേഷണം പോവുക ഷഫീഖ്?